ഹലോ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിന്റെ ബയോളജി 4ാമത്തെ ചാപ്റ്റർ ആണ് അല്ലെ. മൂവ്മെന്റ്സിനെ കുറിച്ചാണ് ഇന്ന് പഠിക്കുന്നത്. ആ ഒരു ചാപ്റ്ററിൽ ഒരുപാട് പുതിയ പുതിയ വേർഡുകള് ടേംസ് ഒക്കെ വരുന്നുണ്ട്. നിങ്ങൾക്ക് അതുകൊണ്ട് അതൊരു എന്തൊരു ബോറിംഗ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് അല്ലെ. ചിലത് ആ ഒരു വാക്കുകൾ, അതിന്റെ സ്പെല്ലിങ് അതൊക്കെ വളരെ ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്യും. അതുകൊണ്ട് എന്ത് ചെയ്യും, നിങ്ങൾ ചിലപ്പോൾ ഈ ചാപ്റ്റർ സ്കിപ്പ് ചെയ്ത് കളഞ്ഞ് പഠിക്കാമെന്ന് വിചാരിക്കും. 9ാം ക്ലാസ്സിലെ ബയോളജി ഭയങ്കര ടഫാണെന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കളഞ്ഞാണ് എക്സാമിന് പോണേന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാർക്കിൽ അത് വളരെയധികം എഫക്റ്റ് ചെയ്യും. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരു 15 മാർക്കിൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ നിന്ന് മാത്രം ചോദിക്കും. അതായത് 1 വേർഡിലും ഉണ്ടാവും, 3 മാർക്കിലും 2 മാർക്കിലും എല്ലാത്തിലും ഈ ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഈ ചാപ്റ്റർ സ്കിപ്പ് ചെയ്യരുത്. അതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളതും പ്രധാനപ്പെട്ടതുമായ മാത്രം ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസറും അതെങ്ങനെ പഠിക്കാം, സിമ്പിളായിട്ട് എങ്ങനെ ഓർത്ത് വയ്ക്കാം എന്നതിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു വീഡിയോ ആണ് ഈ ചെയ്യുന്നത്. നിങ്ങൾ അതുകൊണ്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എന്തായാലും ഒരു 10-15 മാർക്ക് ഈ ഒരു വീഡിയോയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. നമ്മൾ ചെറിയ ക്ലാസ്സിൽ തൊട്ടേ പഠിക്കാൻ തുടങ്ങിയിട്ടുള്ളതാണ് എന്ത്, ജീവനുള്ള വസ്തുക്കളെല്ലാം എന്ത് ചെയ്യും, ചലിക്കും, ശ്വസിക്കും. ഇതൊക്കെ നമ്മൾ കുഞ്ഞു ക്ലാസ്സിലേ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. അപ്പൊ ജീവനുള്ളവയുടെ പ്രത്യേകതയാണ് എന്ത്, ചലിക്കുക എന്നുള്ളത്. അപ്പോൾ ഓർക്കുക, എല്ലാ ജീവജാലങ്ങൾക്കും എന്തിനുള്ള കഴിവുണ്ട്, ചലിക്കാൻ, മൂവ് ചെയ്യാനുള്ള കഴിവുണ്ട് അല്ലെ. മൂവ്മെന്റ്സ് ഉണ്ട്, എല്ലാ ജീവജാലങ്ങളിലും മൂവ്മെന്റ്സ് ഉണ്ട്. അപ്പോൾ ഓരോ ജീവജാലങ്ങളിലെ മൂവ്മെന്റ്സ് എന്തായിരിക്കില്ല, ഒരുപോലെ ആയിരിക്കില്ല. നമുക്കറിയാം യൂണിസെല്ലുലാർ ഓർഗാനിസം ഉണ്ട്, മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ഉണ്ടെന്ന് അല്ലെ. ഏകകോശ ജീവികൾ, ബഹുകോശ ജീവികൾ, അങ്ങനെയൊക്കെ നമ്മൾ കുഞ്ഞു ക്ലാസ്സിലേ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ എല്ലാ ജീവജാലങ്ങളിലും അപ്പോൾ എന്തുണ്ടാവണം, അവയിലും ചലനം സംഭവിക്കുന്നുണ്ടാവും. അപ്പോൾ ബഹുകോശ ജീവിയിലുള്ള രീതിയിലായിരിക്കുമോ ഏകകോശ ജീവിയിൽ ചലനം നടക്കുക? അല്ല അല്ലേ. അപ്പോൾ ആ ഒരു വ്യത്യാസങ്ങളാണ് അവരിൽ ചലനത്തിന് സഹായിക്കുന്നത് മറ്റു പല കാര്യങ്ങളായിരിക്കും. അവ ഏതൊക്കെയാണെന്നൊന്ന് നോക്കാം നമുക്ക്. ബാക്ടീരിയ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ബാക്ടീരിയ കൊടുത്തിട്ടുണ്ട് അല്ലെ. ബാക്ടീരിയ എന്താ, ഫ്ലജെല്ലമാണ് ബാക്ടീരിയയുടെ മൂവ്മെന്റ്സിന് സഹായിക്കുന്നത്. അമീബയുടെ സ്യൂഡോപോഡിയ, കപടപാദം. അമീബയ്ക്ക് എന്താ, സ്യൂഡോപോഡിയ, കപടപാദം. പാരമീസിയം, സീലിയ. പാരമീസിയത്തിന് സഹായിക്കുന്നതാണ് സീലിയ. പിക്ചറിൽ നോക്കിയാൽ സീലിയ എന്ന് പറഞ്ഞാൽ ചുറ്റും ചെറിയ ചെറിയ വരകൾ, രോമങ്ങൾ പോലെ കാണുന്നില്ലേ, അതാണ് സീലിയ. അതാണ് എന്ത്, പാരമീസിയത്തിന് മൂവ്മെന്റ്സിന് സഹായിക്കുന്നത്. ഹൈഡ്രയുടെ ടെൻഡക്കിൾ, ആ മൗത്ത് ഭാഗത്ത്, അതായത് മുകൾ ഭാഗത്ത് കണ്ട കുറേ ഇങ്ങനെ ഇങ്ങനെ കോല് ഇങ്ങനെ വരകൾ പോലെ ഇങ്ങനെ അതിൻ്റെ മുകളിൽ ഒരു ബഡ് പോലെ, അവിടെയാണ് മൗത്ത് ഇരിക്കുന്നതും. അത് കാണുന്നതാണ് ആ ബോഡിയുടെ ടോപ്പിൽ കാണുന്നതാണ് എന്ത്, ടെൻഡക്കിൾ എന്ന് പറയുന്നത്. ഈ ടെൻഡക്കിൾ ആണ് അതിനെന്ത് സഹായിക്കുന്നത്, ഹൈഡ്രയ്ക്ക് മൂവ്മെന്റ്സിന് സഹായിക്കുന്നത്. പിന്നെ എർത്ത് വോം, സീറ്റ. പിന്നെ നമ്മുടെ ഫ്രോഗ്, അതൊക്കെ എന്താ, ഫ്രോഗിന് എന്താ, ലിംസ് ആണ് മൂവ്മെന്റ്സിന് സഹായിക്കുന്നത്. ഇതൊരു 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ഷുവറായിട്ടും ചോദിക്കും കേട്ടോ. ഈ മൈക്രോ ഓർഗാനിസത്തിന്റെ പേര് പഠിച്ചേക്കുക, അവയുടെ മൂവ്മെന്റ്സിന് സഹായിക്കുന്ന ഭാഗങ്ങൾ, ചലനോപാധി ഏതാണെന്നുള്ളത് പഠിച്ചു വെക്കണം. ഉറപ്പായിട്ട് അത് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ഉറപ്പായിട്ടും ചോദിക്കുന്നതാണ്. ബാക്ടീരിയ, ഫ്ലജെല്ലം, അമീബ, സ്യൂഡോപോഡിയ, പാരമീസിയം, സീലിയ, ഹൈഡ്ര, ടെൻഡക്കിൾ, എർത്ത്വം, സീറ്റ, പിന്നെ ഫ്രോഗ്, ലിംസ്. ചിത്രത്തിലേക്ക് ഒന്ന് നോക്കിയാൽ എന്തൊക്കെ ജീവികളാണ് കൊടുത്തിരിക്കുന്നത്. പാരമീസിയ അല്ലെ. പാരമീസിയത്തിന്റെ കണ്ട് ചെറിയ ചെറിയ വരകൾ കാണുന്നില്ല അതിന്റെ ബോഡിയുടെ ചുറ്റും, അതാണ് എന്ത്, സീലിയ. അത് വെച്ചിട്ടാണ് അവ മൂവ് ചെയ്യുന്നത്. പാരമീസിയത്തിന്റെ മൂവ്മെന്റിന് സഹായിക്കുന്നത് സീലിയ. അടുത്തത് യുഗ്ലീന, യുഗ്ലീന ഫ്ലജെല്ലം. മത്സ്യം, മീൻ എങ്ങനെയാ, ഫിഷ് എങ്ങനെയാ, ഫിൻസ് അല്ലെ, ചിറകുകൾ. മറ്റേ ഇത് അതിന്റെ വിങ്സ് കണ്ടിട്ടില്ലേ ആ സൈഡിൽ, അത് വെച്ചിട്ടാണ് അവ എന്താ മൂവ് ചെയ്യുന്നത്. പിന്നെ ഫ്രോഗ്, ഫ്രോഗ് എന്താ, ലിംസ് യൂസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ വെബ്ഡ് ഫീറ്റ് അല്ലെങ്കിൽ ലിംസ് യൂസ് ചെയ്തിട്ടാണ് അവ മൂവ് ചെയ്യുന്നത്. പിന്നെയോ തിമീങ്കലം, വെയിൽ എങ്ങനെയാ, ഫ്ലിപ്പറുകൾ, ഫ്ലിപ്പേഴ്സ് യൂസ് ചെയ്തിട്ടാണ്. ബേർഡ്സിന്റെ മൂവ്മെന്റ്സ് വിങ്സ് ആണ്. ബാക്ടീരിയ നമ്മൾ പറഞ്ഞു, ഫ്ലജെല്ല, അമീബ, സ്യൂഡോപോഡിയ. ഇതിൽ മെയിനായിട്ട് അമീബ, ബാക്ടീരിയ, ഉഗ്ലീന, പാരമീസിയം ഇതൊക്കെ ചോദിക്കാനാണ് കൂടുതൽ സാധ്യത. അപ്പം അത് കൂടുതൽ ശ്രദ്ധിച്ച് പഠിക്കട്ടെ. പാരമീസിയം, സീലിയ, ഉഗ്ലീന, ബാക്ടീരിയ, ഫ്ലജെല്ലം, പിന്നെന്താ അമീബ, സ്യൂഡോപോഡിയ. ഇത് ഓർത്ത് വയ്ക്കുക. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കൂട്ടെ, ഉറപ്പായും ചോദിക്കേ.
നമ്മിപ്പോൾ ഓർഗാനിസത്തിന്റെ മൂവ്മെന്റ്സ് ഒക്കെ പറഞ്ഞു. നമ്മളിലേക്ക് ഒന്ന് നോക്കിയേ, നമുക്ക് മൂവ്മെന്റ്സിന് വേണ്ടി സഹായിക്കുന്നത് എന്താ? സ്കെലിറ്റനും മസിൽസും ആണ് നമ്മുടെ ശരീരത്തിൽ. നമ്മൾ നോക്കിയാൽ നമ്മുടെ ശരീരത്തിൽ സ്കെലിറ്റൻ ഇല്ല എങ്കിൽ എങ്ങനെയായിരിക്കും? നമ്മുടെ ശരീരത്തിന് ഡെഫിനറ്റ് ആയിട്ട് ഒരു ഷേപ്പ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ എക്സാമിന് വേണമെങ്കിൽ സ്കെലിറ്റൻ്റെ ഇത്രയും ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മൊത്തം സ്കെലിറ്റനെ കുറിച്ചാണ്. അപ്പോൾ അതിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് ഒരു പക്ഷേ ചോദിച്ചെന്നിരിക്കാം. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? വളരെ സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും അല്ലേ? പ്രൊവൈഡ് ഡെഫിനിറ്റ് ഷേപ്പ് ടു ദ ബോഡി. നമ്മുടെ ബോഡിക്ക് എന്താണ്? ഒരു ഡെഫിനിറ്റ് ഷേപ്പ് കൊടുക്കുന്നത്. ശരീരത്തിന് കൃത്യമായ ആകൃതിയും ദൃഢതയും നൽകുന്നു. ആര്? സ്കെലിറ്റൻ. പിന്നെയോ പ്രൊട്ടക്റ്റ് ഇന്റേണൽ ഓർഗൻസ് ലൈക്ക് ദ ഹാർട്ട്, ലങ്സ് ആൻഡ് ബ്രെയിൻ. അല്ലെ, നോക്കി നമ്മുടെ തലച്ചോറ്, നമ്മുടെ ഹൃദയമൊക്കെ അസ്ഥികൾ കൊണ്ട് ആവരണം ചെയ്ത് പ്രൊട്ടക്ട് ചെയ്തിരിക്കുകയാണ് അല്ലേ. അപ്പം അത് പ്രൊട്ടക്ഷൻ തരുന്നില്ലേ? നമുക്ക് ഷേപ്പ് മാത്രമാണോ തരുന്നത്? അല്ല, പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. പ്രൊട്ടക്റ്റ് ഇന്റേണൽ ഓർഗൻസ് അല്ലെ, ആന്തര അവയവങ്ങൾക്ക് സംരക്ഷണം നൽകുന്നു. എന്താ? ആന്തര അവയവങ്ങൾക്ക് സംരക്ഷണം നൽകുന്നു. ഹെൽപ്സ് ഇൻ മൂവ്മെന്റ്സ്. നമുക്ക് പിന്നെ എന്തിനു സഹായിക്കുന്നുണ്ട്? മൂവ്മെന്റ്സിന് സഹായിക്കുന്നുണ്ട്, ചലനത്തിന് സഹായിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞു ആകൃതി തരുന്നു, ഡെഫിനിറ്റ് ഷേപ്പ് തരുന്നു, പിന്നെന്താ? മൂവ്മെന്റ്സിന് സഹായിക്കുന്നു, പ്രൊട്ടക്റ്റ് ഇന്റേണൽ ഓർഗൻസ്. എഴുതിക്കൂടെ? പ്രൊട്ടക്റ്റ് ബ്ലഡ് സെൽസ് ഇൻ ബോൺ മാരോ, പ്രൊഡ്യൂസ് ബ്ലഡ് സെൽസ് ഇൻ ദ ബോൺ മാരോ. എന്താ? ബോൺ മാരോയിൽ നിന്ന് ബ്ലഡ് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നു. രക്തകോശങ്ങൾ നിർമ്മിക്കുന്നത് എവിടെ? അസ്ഥി മജ്ജയിലാണ്. വൺ വേർഡ് ആയിട്ട് വേണമെങ്കിൽ അത് ചോദിക്കാം സെപ്പറേറ്റ്. എവിടെ നിന്നാണ് ബ്ലഡ് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ബോൺ മാരോയിൽ നിന്നാണ് ബ്ലഡ് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്കെലിറ്റന്റെ ഫങ്ഷൻസ് ചോദിച്ചാൽ 1 മാർക്കിനോ 2 മാർക്കിനോ വെച്ച് 2-3 പോയിന്റ്സ് നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ലേ? എന്തൊക്കെയാ? ഡെഫിനിറ്റ് ഷേപ്പ് തരുന്നു, മൂവ്മെന്റ്സിന് സഹായിക്കുന്നു, പ്രൊട്ടക്റ്റ് ഇന്റേണൽ ഓർഗൻസ്, ആന്തര അവയവങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ഇനി നമ്മൾ നോക്കാൻ പോണത് ചലനങ്ങൾ. നമ്മൾ പറഞ്ഞു അല്ലെ, ഒരുപാട് തരത്തിലുള്ള ചലനങ്ങളുണ്ട്. നമ്മളൊരു ഹ്യൂമൺ, നമ്മുടെ ശരീരത്തിനുള്ളിലും എന്താണ്? ഒരുപാട് തരത്തിലുള്ള ചലനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ ഏതൊക്കെ ടൈപ്പാണ്? ടൈപ്പ് ഓഫ് ബോഡി മൂവ്മെന്റ്സ്, ശാരീര ചലനങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ് അടുത്തത്. അത് ടൈപ്പ് ചോദിക്കാം. അപ്പൊ എത്ര ടൈപ്പാണെന്ന് ചോദിക്കാം. ചിലപ്പോൾ ഒരെണ്ണം തന്നിട്ട് ഏതാണ് എക്സാമ്പിൾ എഴുതാനും ചോദിക്കാം. അപ്പൊ രണ്ടായിട്ട് നമ്മൾ പഠിച്ചു വെക്കാം കേട്ടോ. അപ്പൊ ഏതൊക്കെ ടൈപ്പ് ബോഡി മൂവ്മെന്റ്സ് ആണ് നമ്മുടെ ശരീരത്തിനുള്ളിൽ നടക്കണേ? ഏതൊക്കെ ശരീര ചലനങ്ങളാണുള്ളത് എന്ന് പറഞ്ഞു നോക്കിയേ. സൈറ്റോപ്ലാസ്മിക് സ്ട്രീമിംഗ്, കോശദ്രവ്യ ചലനം, സ്യൂഡോപോഡിയൽ മൂവ്മെന്റ്സ്. എന്താ? സ്യൂഡോപോഡിയൽ ചലനം. ഫ്ലജെല്ലാർ മൂവ്മെന്റ്സ്, ഫ്ലജെല്ലാർ ചലനം. സീലിയറി മൂവ്മെന്റ്സ്, സീലിയറി ചലനം. പേശി ചലനം എന്ന് വെച്ചാൽ എന്താ? മസ്കുലാർ മൂവ്മെന്റ്സ്. അപ്പൊ അങ്ങനെ 5 തരത്തിലുള്ള മൂവ്മെന്റ്സ് നമ്മുടെ ശരീരത്തിൽ നടക്കുന്നുണ്ട്. ഓരോന്ന് ഏതാന്ന് നോക്കാം. സൈറ്റോപ്ലാസ്മിക് സ്ട്രീമിംഗ്. എന്താണ് സൈറ്റോപ്ലാസ്മിക് സ്ട്രീമിംഗ്? കോശദ്രവ്യ ചലനം എന്ന് പറഞ്ഞാൽ എന്താ? ചലനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? എവിടെയായിരിക്കും സൈറ്റോപ്ലാസം? എവിടെയാ സൈറ്റോപ്ലാസം? നമ്മൾ പഠിച്ചിട്ടുള്ള അല്ലേ? സെല്ലിന്റെ സ്ട്രക്ചർ നമ്മൾ പഠിച്ചിട്ടുള്ള അല്ലേ? ഒന്ന് ഓർത്ത് നോക്കിയേ. അപ്പൊ ആ കോശദ്രവ്യം ഉണ്ട് അല്ലെ, സൈറ്റോപ്ലാസം. സെല്ലിന്റെ ഉള്ളിൽ എന്തുണ്ട്? സൈറ്റോപ്ലാസം ഉണ്ട്. ഈ സൈറ്റോപ്ലാസത്തിന്റെ ഉള്ളിലാണ് എന്തൊക്കെ കിടക്കണേ? ന്യൂക്ലിയസ്, മൈറ്റോകോൺഡ്രിയ, റൈബോസോംസ്, വാക്യൂൾസ്, അങ്ങനെ ഒരുപാട് സബ്സ്റ്റൻസ്, ഒരുപാട് കാര്യങ്ങൾ അതിനുള്ളിൽ നമ്മളുണ്ടല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവയ്ക്കിടയിൽ എന്തുണ്ടായിരിക്കും? സബ്സ്റ്റൻസുകൾ അവർ കൈമാറ്റം ചെയ്യുന്നുണ്ടാവും, പദാർത്ഥങ്ങൾ കൈമാറ്റം ചെയ്യുന്നുണ്ടാവും. ആ ഒരു മൂവ്മെന്റ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സൈറ്റോപ്ലാസ്മിക് സ്ട്രീമിംഗ് എന്ന് പറയുന്നത്. എന്താ പറയാ? ഹെൽപ്പ് ടു ഡിസ്ട്രിബ്യൂട്ട് സബ്സ്റ്റൻസ് ത്രൂ ഔട്ട് ദ സൈറ്റോപ്ലാസം. സൈറ്റോപ്ലാസത്തിന്റെ ഉള്ളിൽ എന്താ? സബ്സ്റ്റൻസുകൾ കൈമാറ്റം ചെയ്യപ്പെടുന്നു. ആ മൂവ്മെന്റ്സിനെയാണ് നമ്മൾ സൈറ്റോപ്ലാസ്മിക് സ്ട്രീമിംഗ് എന്ന് പറയുന്നത്. കോശദ്രവ്യ ചലനം, കോശദ്രവ്യത്തിനുള്ളിൽ, എവിടെയാ? കോശദ്രവ്യത്തിനുള്ളിൽ പദാർത്ഥങ്ങളെ വിതരണം ചെയ്യാൻ സഹായിക്കുന്നു. കോശദ്രവ്യത്തിനുള്ളിൽ പദാർത്ഥങ്ങളെ വിതരണം ചെയ്യാൻ സഹായിക്കുന്നു. അതിനെയാണ് കോശദ്രവ്യ ചലനം എന്ന് പറയുന്നത്. കിട്ടിയില്ലേ? അടുത്തത് എന്താ? സ്യൂഡോപോഡിയൽ മൂവ്മെന്റ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു സ്യൂഡോപോഡിയൽ മൂവ്മെന്റ്സ് ഏത് യൂണിസെല്ലുലർ ഓർഗാനിസത്തിലാണ്? ബാക്ടീരിയ അല്ലെ. അതുപോലെ ഹ്യൂമൻ ബോഡിയിലും എന്തുണ്ട്? സ്യൂഡോപോഡിയൽ മൂവ്മെന്റ്സ് ഉണ്ട്. നമ്മുടെ ശരീരത്തിലും സ്യൂഡോപോഡിയൽ മൂവ്മെന്റ്സ് നടക്കുന്നുണ്ട്. അതെവിടെയാ? വൈറ്റ് ബ്ലഡ് സെൽസിലാണ്.
നമുക്കറിയാം ബ്ലഡിന്റെ കമ്പോണൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. RBC, WBC, പ്ലാസ്മ ഒക്കെ നമ്മൾ പഠിച്ചാണല്ലേ. അപ്പൊ അതിൽ WBC ശ്വേതരക്താണു നോർത്ത് നോക്കി അതിൽ എന്തുണ്ട്, ന്യൂക്ലിയസ് ഒക്കെ ഉണ്ടല്ലേ, നമ്മൾ പഠിച്ചില്ലേ. 5 തരത്തിലുള്ള WBCs ഉണ്ട്. അതിപ്പോ നിങ്ങൾ പഠിക്കണ്ട, ഇങ്ങനെ മനസ്സിലാക്കുക. ആ WBCയുടെ ശ്വേതരക്താണുവിന്റെ മൂവ്മെന്റ്സ് ആണ് എന്ത്, സ്യൂഡോപോഡിയൽ മൂവ്മെന്റ്സ്. എന്തിനു വേണ്ടിയിട്ടാ, നമ്മുടെ ശരീരത്തിലേക്ക് ഏതെങ്കിലും ഫോറിൻ പാർട്ടിക്കിൾ അല്ലെ ആക്രമിക്കാൻ വേണ്ടി ശത്രുക്കൾ വരും. എന്ത് ചെയ്യും, നമ്മുടെ WBC ആണ് എന്തിന്, നമ്മുടെ പ്രതിരോധത്തിന് സഹായിക്കുന്നത്. നമ്മുടെ WBC ആണ് നമ്മളെ പ്രതിരോധത്തിന് വേണ്ടി സഹായിക്കുന്നത്. അപ്പൊ ഈ WBCകൾ ഒരു ഫോറിൻ പാർട്ടിക്കിൾ നമ്മുടെ ഒരു ശത്രുവിനെ കാണുമ്പോൾ എന്ത് ചെയ്യും, ഇവർക്കെല്ലാവർക്കും പോയി ഒത്തുകൂടി വളഞ്ഞാക്രമിക്കണം അല്ലെ. അതിന് അവർക്കൊരു മൂവ്മെന്റ്സ് വേണ്ടേ, ബ്ലഡിൽ കൂടി ഇങ്ങനെ ഒഴുകണ മൂവ്മെന്റ്സ് അല്ലാതെ അവർക്ക് എല്ലാവർക്കും കൂടി ഒത്തുചേർന്ന് ആക്രമിക്കാൻ വേണ്ടി അവർ ആഗ്രഹിക്കണ പോലെ നീങ്ങിപ്പോയി അവർക്ക് ആക്രമിക്കണ്ടേ. നിങ്ങൊന്ന് ആലോചിച്ച് നോക്കിയേ, ശരിയല്ലേ. അപ്പൊ ഈ ബ്ലഡ് വെസലിന്റെ പുറത്തേക്ക് അല്ലെങ്കിൽ കോശത്തിന്റെ ഇടയിലേക്കൊക്കെ വന്നു കണ്ടിട്ട് ഈ ഫോറിൻ പാർട്ടികളെ ആക്രമിച്ച് കൊല്ലാനാണ് ആര്, WBC. ആ ഒരു മൂവ്മെന്റ്സ് ആണ്, അവരുടെ ഒന്നിച്ചുകൂടി ആക്രമിക്കാൻ വേണ്ടി സഹായിക്കുന്ന ആ മൂവ്മെന്റ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, സ്യൂഡോപോഡിയൽ മൂവ്മെന്റ്സ് എന്ന് പറയാം. അപ്പൊ എങ്ങനെ പറയാം നമുക്ക്, സ്യൂഡോപോഡിയ ഇൻ വൈറ്റ് ബ്ലഡ് സെൽസ് ഹെൽപ്പ് ഇൻ ലോക്കോമോഷൻ ആൻഡ് ഡിഫൻസ് അല്ലെ. എന്താ, സ്യൂഡോപോഡിയ വൈറ്റ് ബ്ലഡ് സെൽസിനെ എങ്ങനെ ഹെൽപ്പ് ചെയ്യും, ലോക്കോമോഷൻ അല്ലെ. അവർക്ക് മൂവ്മെന്റ് വേണ്ടേ, അവർക്ക് എല്ലാവർക്കും കൂടി ഒന്നിച്ച് വളഞ്ഞാക്രമിക്കണ്ടേ ആ ഒരു ഫോറിൻ പാർട്ടിക്കിളിനെ ഒന്നിച്ച്, അങ്ങനെ ചിന്തിച്ചു നോക്കിയേ. അപ്പൊ ആ ലോക്കോമോഷന് സഹായിക്കും, പിന്നെന്താ, ഡിഫൻസിനും അല്ലെ, പ്രതിരോധത്തിനും സഹായിക്കും. WBC വൈറ്റ് ബ്ലഡ് സെൽസിന് എന്താ പറയാ, ശ്വേതരക്താണു. ശ്വേതരക്താണുക്കളിലെ കപടപാദങ്ങൾ ചലനത്തിനും പ്രതിരോധത്തിനും സഹായിക്കുന്നു. എന്തിനു വേണ്ടിയാ, ചലിക്കാനും പിന്നെന്താ, പ്രതിരോധത്തിനും. നമ്മൾ പറഞ്ഞു അല്ലെ, പ്രതിരോധത്തിനും സഹായിക്കുന്നു. ഇനി അടുത്ത മൂവ്മെന്റ്സ് ആണ് ഫ്ലജെല്ലാർ മൂവ്മെന്റ്സ്. എന്താ, ഫ്ലജെല്ലാർ ചലനം അഥവാ ഫ്ലജെല്ലാർ മൂവ്മെന്റ്സ്. എന്താണ് ഫ്ലജെല്ലാർ മൂവ്മെന്റ്സ്, എവിടെയാണ് നടക്കുന്നത്, നമുക്കറിയാം. സ്പേം സെൽ, നമ്മുടെ ശരീരത്തിലെ പുംബീജം, സ്പേം സെല്ലിന്റെ സ്ട്രക്ചർ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഒരു സ്പേം സെല്ലിന് ഇങ്ങനെ ഹെഡ് ഉണ്ട് അല്ലെ, ഒരു ട്രയാങ്കുലാർ ആയിട്ടുള്ള ഒരു ഹെഡ്, പിന്നെ ഒരു മിഡിൽ പീസ്, പിന്നെ ഒരു ടെയിൽ ഉണ്ട്. ഈ ടെയിൽ ഭാഗം വെച്ചിട്ടാണ് ഇങ്ങനെ അത് മൂവ് ചെയ്ത് ഇങ്ങോട്ട് പോകുന്നത്. അപ്പൊ നമ്മളതുപോലെ നമ്മുടെ ശരീരത്തിൽ ഫ്ലജെല്ലാർ മൂവ്മെന്റ്സ് നടക്കുന്നത് സ്പേം സെല്ലിലാണ്. പിന്നെ നമ്മൾ വേറൊരു ജീവിയിൽ പറഞ്ഞല്ലോ ഫ്ലജെല്ലാർ മൂവ്മെന്റ്സ് ഏതിലൊക്കെയാ, ബാക്ടീരിയ, ഉഗ്ലീന അല്ലെ, ഓർമ്മയില്ലേ, ഉഗ്ലീന ഒരു വാല് പോലും സാധനം കിടക്കണില്ലേ, അത് വെച്ചിട്ടാണ് അത് മൂവ് ചെയ്യുന്നത്. ബാക്ടീരിയ അങ്ങനെ തന്നെ ഫ്ലജെല്ലാർ മൂവ്മെന്റ്സ് ആണ്. അപ്പൊ നമ്മുടെ ശരീരത്തിൽ ഇപ്പൊ ചോദിച്ചത് നമ്മുടെ ശരീരത്തിലെയാണ്. അപ്പൊ എവിടെയാ, പുംബീജത്തിലാണ്, ഹ്യൂമൻ ബോഡിയിൽ പുംബീജത്തിലാണ് ഫ്ലജെല്ലാർ മൂവ്മെന്റ്സ് ഉള്ളത്. ആ ഒരു പിക്ചർ ഓർത്ത് നോക്കിയാൽ, സ്പേമിന്റെ പിക്ചർ ഓർത്ത് നോക്കിയാൽ അതിനൊരു വാലിൽ, ആ വാല് വെച്ച് ഇങ്ങനെ ഇളകിയാണ് അത് എന്ത് മൂവ്മെന്റ്സ് സാധ്യമാക്കുന്നത്. അപ്പൊ ഫ്ലജെല്ലാർ മൂവ്മെന്റ്സ് ഹ്യൂമൻ ബോഡിയിൽ എവിടെയാ, സ്പേം സെല്ലിലാണ്, പുംബീജത്തിലാണ്. മൂവ്മെന്റ് യൂസിങ് വിപ്പ് ലൈക്ക് ഫ്ലജെല്ല, ആര്, സ്പേം സെൽസ്. ചാട്ടവാർ പോലുള്ള ഫ്ലജെല്ലം ഉപയോഗിച്ചുള്ള ചലനം, ഉദാഹരണം പുംബീജം. എക്സാമ്പിൾ മാത്രം ചോദിക്കാനുള്ള സാധ്യതയുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ ഹൈഫൺ ഇട്ട് എക്സാമ്പിൾ എഴുതി വെച്ചാൽ അവിടെ മാർക്ക് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. സീലിയറി മൂവ്മെന്റ്സ് എന്ന് വെച്ചാൽ എന്താ, മൂവ്മെന്റ്സ് യൂസിങ് ഹെയർ ലൈക്ക് സീലിയ. എവിടെയൊക്കെയാ ഉള്ളത്, സീലിയറി മൂവ്മെന്റ്സ് എവിടെയൊക്കെയാ ഉണ്ടാവുക, നമുക്ക് സീലിയറി മൂവ്മെന്റ്സ് നമ്മൾ പഠിച്ചു. ഏതൊക്കെ ജീവികളിലാണ് ഉണ്ടാവണേ, എങ്ങനെയായിരിക്കും അപ്പൊ നമുക്ക് മനസ്സിലാവും അല്ലെ. പാരമീസിയം എന്താ നടക്കണേ, സീലിയറി മൂവ്മെന്റ്സ് ആണ് പാരമീസിയത്തിന്. അതുപോലെ ഹ്യൂമൻ ബോഡിയിൽ ഏതാണ് സീലിയറി മൂവ്മെന്റ്സ് നടക്കണേന്ന് അറിയോ, നമ്മുടെ റെസ്പിറേറ്ററി. നമുക്കറിയാലോ സീലിയാന്ന്, നമുക്ക് ഈ പാരമീസിയന്ന് പിക്ചർ കൊടുത്തേക്ക് ചെറിയ ചെറിയ നാരുകൾ അത് വെച്ചിട്ടല്ലേ. അപ്പൊ അതുപോലത്തെ മൂവ്മെന്റ്സ് നമ്മുടെ ബോഡിയിൽ എവിടെയായിരിക്കും നടക്കുന്നുണ്ടാവുക, നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്ട് ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അതിൽ ചെറിയ ചെറിയ നാരു പോലത്തെ ഇതുണ്ട്. എന്തിനാണ്, നമ്മുടെ ഡസ്റ്റ് പാർട്ടിക്കിൾസ്, പൊടിപടലങ്ങളൊന്നും എന്ത് ചെയ്യാണ്ടിരിക്കാൻ, മൂക്കിനുള്ളിലേക്ക് കയറി നമ്മളുടെ റെസ്പിറേറ്ററി ലങ്സിലേക്കൊന്നും എത്താതിരിക്കാൻ വേണ്ടിയിട്ട് എന്താ, ഈ സീലിയറി മൂവ്മെന്റ്സ് അവിടെ നടക്കുന്നുണ്ട്. പിന്നെ എവിടെയായിരിക്കും, നമ്മുടെ അണ്ടാശയം, നമ്മുടെ യൂട്രസിൻ്റെ ഉള്ളിൽ ഓവം റിലീസ് ചെയ്യുമ്പോൾ ഓവത്തിന് മൂവ്മെന്റ്സ് സാധ്യമല്ല. അപ്പോൾ ഈ ഓവത്തിന് എന്ത് ചെയ്യും, ഫെലോപ്പിയൻ ട്യൂബ്യൂൾസിന്റെ അവിടത്തൊക്കെ ഈ സീലിയയുടെ സ്ട്രക്ചർ, ഇങ്ങനെ നാര് പോലത്തെ സ്ട്രക്ചർ ഉണ്ട്. അതാണ് ഈ തട്ടി ഈ എഗ്ഗിനെ എവിടേക്ക് എത്തിക്കുക, യൂട്രസിന്റെ ഉള്ളിലേക്ക് എത്തിക്കുന്നത്. അതായത് എഗ്ഗിന് സ്വന്തമായിട്ടൊരു മൂവ്മെന്റ്സ് ഇല്ല. ഈ സീലിയയാണ് തട്ടി എന്ത് ചെയ്യുന്നത്, എഗ്ഗിനെ യൂട്രസിന്റെ ഉള്ളിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ അവിടെ നടക്കുന്നതും എന്താണ്, സീലിയറി മൂവ്മെന്റ്സ് അല്ലേ.
അപ്പോൾ ഏതൊക്കെയാണ് സീലിയറി മൂവ്മെന്റ്സിന് എക്സാമ്പിൾ ആയിട്ട് എഴുതാം? റെസ്പിറേറ്ററി ട്രാക്റ്റും എന്ന് എഴുതാം. പിന്നെന്താ, അണ്ടത്തിന്റെ മൂവ്മെന്റ്സും നമുക്ക് എഴുതാം. അണ്ടാശയത്തിൽ നിന്നും പുറത്തു വരുന്ന അണ്ടത്തെ അല്ലെങ്കിൽ എഗ്ഗിനെ എവിടേക്ക് എത്തിക്കാനായിട്ട്? യൂട്രസിലേക്ക് എത്തിക്കാൻ വേണ്ടി, ഗർഭാശയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി സഹായിക്കുന്നു. എങ്ങനെ എഴുതാം? സീലിയറി മൂവ്മെന്റ്സ് ഓഫ് ഫെലോപ്പിയൻ ട്യൂബ്യൂൾസ് ഹെൽപ്പ് ഇൻ ദ മൂവ്മെന്റ്സ് ഓഫ് ഓവം. ഓവത്തിന്റെ മൂവ്മെന്റ്സിന് വേണ്ടി സഹായിക്കുന്നു. അണ്ടവാഹിയിലെ സീലിയ അണ്ടത്തിന്റെ ചലനത്തിന് സഹായിക്കുന്നു. അങ്ങനെ വേണമെങ്കിലും എഴുതാം. അണ്ടവാഹിയിലെ സീലിയ അണ്ടത്തിന്റെ ചലനത്തിന് സഹായിക്കുന്നു. ഇനിയാണ് മസ്കുലാർ മൂവ്മെന്റ്സ്. നമ്മൾ ഇനി അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇനി പഠിക്കും. കോൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ ഓഫ് മസിൽസ് ഹെൽപ്പ് ടു ഡിഫറെന്റ് മൂവ്മെന്റ്സ്. നമ്മുടെ ശരീരത്തിലെ പല ചലനങ്ങൾക്കും വേണ്ടി എന്ത് സഹായിക്കുന്നു? മസ്കുലാർ മൂവ്മെന്റ്സ് ആണ് സഹായിക്കുന്നത്. കൈ മടക്കാൻ, കാല് നീർത്താൻ, കൈ നീർത്താൻ ഒക്കെ നമുക്ക് എന്തിനാ? മസ്കുലാർ മൂവ്മെന്റ്സ് ആണ് സഹായിക്കുന്നത്. സൈറ്റോപ്ലാസ്മിക് സ്ട്രീമിംഗ് എന്താ? സൈറ്റോപ്ലാസത്തിന്റെ മൂവ്മെന്റ്സ് ആണ്. സൈറ്റോപ്ലാസത്തിനുള്ളിൽ സബ്സ്റ്റൻസുകൾ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി, കൈമാറ്റം ചെയ്യാൻ വേണ്ടി, വിതരണം ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന മൂവ്മെന്റ്സ് ആണ് സൈറ്റോപ്ലാസ്മിക് സ്ട്രീമിംഗ് എന്ന് പറയുന്നത്. സ്യൂഡോപോഡിയൽ മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്തിന്റെ മൂവ്മെന്റ്സ് ആണ്? വൈറ്റ് ബ്ലഡ് സെൽസിന്റെ മൂവ്മെന്റ്സ് ആണ്. ഫ്ലജല്ലാർ മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? സ്പേം സെൽസിന്റെ മൂവ്മെന്റ്സ് ആണ്. സീലിയറി മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? റെസ്പിറേറ്ററി ട്രാക്റ്റിൽ അല്ലെ ഉള്ള മൂവ്മെന്റ്സ് എന്ന് പറയാം. അല്ലെങ്കിൽ പിന്നെ എന്തെന്ന് പറയാം? ഫെലോപ്പിയൻ ട്യൂബ്യൂൾസിലെ മൂവ്മെന്റ്സ്. അതെന്താ? സീലിയറി മൂവ്മെന്റ്സ് ആണ്. അതുപോലെ നമ്മുടെ കൈ, കാല് മടക്കാൻ, നിർത്താ അല്ലെ, എന്തൊക്കെ ചെയ്യുന്നുണ്ട് നമ്മൾ? അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ്സ് ഒക്കെ നമ്മൾ നടത്തുന്നുണ്ട്. ഇതിനൊക്കെ നമ്മൾ എന്താ സഹായിക്കുന്നത്? ഒരെല്ലെല്ല് പോലെയാണോ? അല്ല. ഇവിടെ നിന്ന് ഒരെല്ല്, അത് കഴിഞ്ഞിട്ട് അവിടെ എന്തൊക്കെയോ കുറച്ച് സംഭവങ്ങൾ, പിന്നെ അത് കഴിഞ്ഞ് അടുത്തൊരെല്ല്, അങ്ങനെയല്ലേ? അപ്പോൾ അല്ലേ നമുക്ക് ഇങ്ങനെ മടക്കിയൊക്കെ വെക്കാൻ പറ്റുന്ന കൈ. അതുപോലെ വിരലുകളൊക്കെ ഇങ്ങനെ എന്താ പറയുക, ചുരുട്ടി നിർത്താനൊക്കെ സഹായിക്കുന്നത് അല്ലേ? അതിൻ്റെ ഇടയിലൊക്കെ എന്തൊക്കെയോ ഉണ്ടല്ലേ? അതിനെ നമുക്ക് എന്തെന്ന് പറയാം? ജോയൻസ് എന്ന് പറയാം. മനുഷ്യ ശരീരത്തിലെ സന്ധികൾ അല്ലെങ്കിൽ ജോയൻസ്. അതൊക്കെ എന്താണെന്ന് നമ്മൾക്ക് പഠിക്കാം. ആദ്യമായിട്ടുള്ളതാണ് ഹിഞ്ച് സന്ധി. ഹിഞ്ച് സന്ധി, ഹിഞ്ച് ജോയൻസ്. എവിടെയാ കാണപ്പെടുന്ന? മുട്ട് അല്ലെ, കൈമുട്ട് അവിടെയൊക്കെയാണ് കാണപ്പെടുന്നത്. കാലിന്റെ മുട്ടുഭാഗം, കൈമുട്ട് എന്നിവിടങ്ങളിൽ കാണപ്പെടുന്നതാണ് എന്ത്? ഹിഞ്ച് സന്ധി. അതെന്താ? ഒരേ ദിശയിൽ മാത്രമേ ചലിക്കാൻ സാധിക്കുള്ളൂ അല്ലെ. ഇങ്ങനെ നിർത്തി ബാക്കോട്ട് മടക്കാൻ പറ്റും അതിന്? ഇല്ല. ഫ്രണ്ടിലേക്ക് നമ്മൾ കൈ ഒന്ന് നിർത്തി നോക്കിയാൽ ഫ്രണ്ടിലേക്കും ബാക്ക് ഇങ്ങനെ നിവർത്താനും മടക്കാനും അല്ല. അതുപോലെ കാലിന്റെ മുട്ടും അങ്ങനെയല്ല, ഒരു ദിശയിലേക്ക് മാത്രമല്ല നമുക്ക് ഇതാക്കാൻ പറ്റുള്ളൂ. ഓപ്പോസിറ്റ് ദിശയിലേക്ക് നമുക്ക് അതിനെ മടക്കാനാ നിർത്താനോ അങ്ങനെ സാധിക്കുമോ? ഇല്ല. അപ്പൊ ഈ ഒരു ജോയിന്റിന്റെ പ്രത്യേകത എന്താ? ഒരേ ദിശയിൽ മാത്രമേ അല്ലെ, ഒരു ദിശയിലേക്ക് മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ചലനം സാധ്യമാക്കുള്ളൂ. അതാണ് എന്ത്? ഹിഞ്ച് ജോയിന്റ്. ഹിഞ്ച് ജോയിന്റ്. അടുത്തതാണ് ബോൾ ആൻഡ് സോക്കറ്റ് സന്ധി. ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് നമുക്കറിയാലോ. നമ്മൾ പാവടൊക്കെ കൈ പറിച്ചെടുക്കുമ്പോൾ കണ്ടിട്ടുണ്ടല്ലോ, ഒരു കുഴി പാവയുടെ കൈയിൻ്റെ അവിടെ വേറൊരു ബോൾ പോലെയാണ്. ആ ബോൾ നമ്മളിങ്ങനെ കറക്റ്റ് ഫിറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വട്ടം കറക്കാനും കൈയൊക്കെ പിടിച്ച് ഇങ്ങനെ തിരിക്കാനും മറയ്ക്കാനും ഒക്കെ പറ്റും. കണ്ടിട്ടില്ലേ? പാവര കൈയെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ആ ഒരു സന്ധിയാണ് എന്ത്? ബോൾ. ഒരു ബോൾ പോലെ അല്ല കൈയിൻ്റെ അവിടെ ഉണ്ടാവുക. പിന്നെ മറ്റേത് അതിന് ഫിറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു കുഴി പോലെ ഇരിക്കും അല്ലേ, മറ്റേ സൈഡിലുണ്ടാവും. എന്നിട്ട് ആ ഭാഗത്തേക്ക് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് വെച്ചെടുക്കും. ഇടയ്ക്കിട്ടൊക്കെ കൈയൊക്കെ നമ്മൾ കറക്കി കളിച്ച് വരുമ്പോൾ ചിലപ്പോൾ പാവട കൈ നമ്മുടെ കയ്യിൽ ഊരിപ്പോരാറുണ്ട് ഇല്ലേ? അപ്പോൾ കണ്ടിട്ടില്ലേ? അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം? ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് എന്ന് പറയാം. എക്സാമ്പിളായിട്ട് നമുക്ക് എന്തെന്ന് പറയാം? ബോൾ ആൻഡ് സോക്കറ്റ് സന്ധിക്ക് എക്സാമ്പിളാണ് എന്ത്? തോളല് അല്ലെ, നമ്മുടെ ഷോൾഡറിന്റെ ആ ഒരു ഭാഗം അല്ലെ, ബോൾ ആൻഡ് സോക്കറ്റ്. പിന്നെന്താ? ഇടുപ്പ് ഭാഗം അങ്ങനെയല്ലേ, കാലിന്റെ ആ ഒരു സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗം അല്ലെ, അവിടെ അങ്ങനെ തന്നെയല്ലേ. എന്നിടങ്ങളിൽ കാണപ്പെടുന്ന എല്ലാ ദിശയിലേക്കും ചലനം സാധ്യമാകും ഇല്ലേ? നമുക്ക് ഇങ്ങനെ വട്ടത്തിൽ കറക്കാം. നോക്കിയ കൈയൊക്കെ ഒരുപാടിട്ട് കറക്കണ്ട കേട്ടാ. നമ്മുടെ ആ ഒരു ബോൾ ആൻഡ് സോക്കറ്റ് സന്ധി കാരണമാണ് നമുക്ക് അങ്ങനെയുള്ള മൂവ്മെന്റ്സ് സാധ്യമാവുന്നത്. പിന്നെയോ പിവോട്ട് ജോയിന്റ് കഴുത്തിന്റെ ഭാഗത്ത് കാണപ്പെടുന്നതാണ് അല്ലെ. ഇങ്ങനെ ഒരു മൂങ്ങയ്ക്കൊക്കെ ഫുള്ള് വട്ടം കറക്കാൻ പറ്റും, നമുക്ക് അങ്ങനെയല്ല. എന്നാലും ഒരുവിധമായിട്ടും തൊട്ട് ഈയറ്റം വരെ നമുക്ക് തല ഇങ്ങനെ ഇതാക്കാൻ പറ്റുന്നില്ലേ, അതാണ് പിവോട്ട് ജോയിന്റ് എന്ന് പറഞ്ഞാൽ കഴുത്തിന്റെ ഭാഗത്ത് കാണപ്പെടുന്നു. എവിടെയാ? കഴുത്തിന്റെ ഭാഗത്താണ് കാണപ്പെടുന്നത്. ഗ്ലൈഡിങ് സന്ധി അഥവാ ഗ്ലൈഡിങ് ജോയിന്റ്സ്. കൈത്തണ്ട എന്നൊക്കെ അറിഞ്ഞില്ലേ? വാച്ച് കെട്ടിട്ട് ഇപ്പറ ഒരു കണ്ടിട്ടില്ലേ? രണ്ട് ആ ഭാഗമാണ് കേട്ടാ. ആ ഒരു ഭാഗത്തെ ജോയിന്റ്സ് ഇല്ലേ,
മനസ്സിലായില്ലേ? ഞരമ്പൊക്കെ കട്ട് ചെയ്യണ ആ ഭാഗത്ത് ആ ഒരു ഭാഗത്തെ ജോയിന്റ് ആണ് എന്ത്, അങ്ങനത്തെ ജോയിന്റ്സ് പിന്നെ എവിടെയാ ഉള്ളത്? കാലിന്റെ അവിടെ അല്ലെ, ആ ഒരു കണങ്കാലെന്ന് പറയും. അവിടെ കാണപ്പെടുന്നതാണ് എന്ത്, ഗ്ലൈഡിങ് ജോയിന്റ്സ്. അടുത്തത് ഈ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എന്താണ് ടെൻഡനുകളും ലിഗമെന്റ്സും? ലിഗമെന്റുകളും ടെൻഡൻസും എന്താണ്? എന്താ ടെൻഡനുകൾ? പേശികളെ അസ്ഥികളുമായി ബന്ധിപ്പിക്കുന്ന നാര് കലകളാണ് എന്ത്? ടെൻഡൻ. ടെൻഡൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ടെൻഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പേശികളെയും അസ്ഥികളുമായി ബന്ധിപ്പിക്കുന്നു. മനസ്സിലായോ? മസിൽസിനെയും ബോണിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ആര്? ടെൻഡനുകൾ. ഇനി ലിഗമെന്റ്സ്. ലിഗമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് തരുണാസ്ഥികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. മനസ്സിലായോ? രണ്ട് അസ്ഥികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു, അതാണ് ലിഗമെന്റ്സ്. ലിഗമെന്റ്സ് എന്ന് പറഞ്ഞാൽ അസ്ഥികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ്. ടെൻഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അസ്ഥികളെയും പേശികളെയും തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്. മനസ്സിലായില്ലേ? ടെൻഡൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അസ്ഥികളും പേശികളാണ്. ലിഗമെന്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരേ സംഭവം തന്നെ, അസ്ഥികളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്. അത് തലയിൽ ഓർത്ത് വെക്കുക കേട്ടോ. ആ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ പറഞ്ഞ ജോയിൻസും ഇതും മനസ്സിലായില്ല എന്നോർത്ത് ടെൻഷൻ അടിക്കില്ലേ, നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും, മനസ്സിലാക്കി തരും. ജസ്റ്റ് ഒന്നിങ്ങനെ പറഞ്ഞു പോകണമാണ്, ഓർത്ത് വെക്കുക. ഇങ്ങനെ സംഭവങ്ങളുണ്ട്. ഇനി നമ്മൾ ക്വസ്റ്റ്യനും ആൻസറായിട്ട് ഒന്നുകൂടി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പരീക്ഷയ്ക്ക് എഴുതേണ്ട രീതിയിൽ തന്നെ പറഞ്ഞു തരും കേട്ടോ. ഇനി അടുത്തത് നമുക്കൊന്ന് ഓർത്ത് വെക്കാനുള്ളത് എന്താണ്? നമ്മൾ നടക്കുമ്പോൾ ചില മസിൽസ് എന്തെങ്കിലും കോൺട്രാക്ട് ചെയ്യും, അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ളത് എന്തെയും റിലാക്സ് ചെയ്യുന്നുണ്ടാവും. പിന്നെയോ അത് കോൺട്രാക്ട് ചെയ്യുമ്പോൾ ഇപ്പുറത്ത് എന്തെയും റിലാക്സ് ചെയ്യുന്നുണ്ടാവും. ഇങ്ങനെ ജോഡികളായിട്ട് പ്രവർത്തിക്കുന്നുണ്ടാവും പേശികൾ, അതായത് വിപരീത പേശികൾ അല്ലെ. പേശികൾ വിപരീത രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടാവും. ഇവയെ നമ്മൾ എന്താ പറയുക? ആൻറ്റഗോണസ്റ്റിക് മസിൽസ് എന്നാ പറയാം. എന്താ? ആൻറ്റഗോണസ്റ്റിക് മസിൽസ്. ഒരു വൃത്തിയില്ലാത്ത പോലെ അല്ലെ, ഒരെണ്ണം ഒരു കാര്യം ചെയ്യുമ്പോൾ മറ്റേ കാര്യം ചെയ്യും. അതേപോലെ തന്നെ അതിൻ്റെ പേരും എന്താ? ആൻറ്റഗോണസ്റ്റിക് മസിൽസ്. വിപരീത പേശികൾ. മലയാളത്തിൽ സുഗുണോർത്തേക്കാണ്. എന്താ? വിപരീത പേശികൾ എന്ന് വിളിക്കും. എക്സാമ്പിൾ ആയിട്ട് എന്താ? കൈമുട്ട് മടക്ക, അങ്ങനെയുള്ളതൊക്കെ കേട്ടോ. നമ്മളുടെ അസ്ഥികളുടെ ആരോഗ്യത്തിന് ആവശ്യമായ ഘടകങ്ങൾ ഏതൊക്കെയാ? നമ്മൾ പറഞ്ഞു ബോൺസ് നമുക്കിപ്പോൾ കുറച്ച് നേരം കൊണ്ട് മനസ്സിലാവും, വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുക, ഇന്റേണൽ ഓർഗൻസ്, ഷേപ്പ് ഒക്കെ നൽകുക അല്ലെ, ദൃഢതയും ആകൃതിയൊക്കെ നൽകുന്നത് ആരാണ്? അസ്ഥിയാണ്. അപ്പോൾ ആ അസ്ഥി ബോൺസിന്റെ ആരോഗ്യത്തിന് എന്തൊക്കെയാണ് വേണ്ടത്? കാൽസ്യം, ഫോസ്ഫറസ് എന്നീ ധാതുക്കളും വൈറ്റമിൻ ഡിയുമാണ് അസ്ഥിയുടെ വളർച്ചയ്ക്കും ബലത്തിനും അത്യാവശ്യം. ഏതൊക്കെയാ? കാൽസ്യം, ഫോസ്ഫേറ്റ്, വൈറ്റമിൻ ഡി. അത് ഓർത്തില്ലേ? ഇനി നമ്മളുടെ ഒരാളുടെ ശരീരത്തിൽ എത്ര അസ്ഥിയുണ്ട്? 206 അസ്ഥികളാണോ ഉള്ളത്. പക്ഷെ നമ്മൾ ജനിക്കുമ്പോൾ 206 അസ്ഥിയായിരുന്നോ? അല്ല, നമ്മൾ 300 അസ്ഥിയും കൊണ്ടാണ് ജനിച്ചത്. അതായത് ഒരു ന്യൂ ബോൺ ബേബിയിൽ എന്താ 300 അസ്ഥികളുണ്ട്. പിന്നീട് വളരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ ഓരോ അസ്ഥികൾ ഫ്യൂഷൻ നടന്നിട്ട് ഒരു മെച്ചറാകുമ്പോൾ എന്താ 200, മെച്ചറല്ല, ഒരു കുറച്ച് നാളെത്തുമ്പോഴത്തേന് അതെന്താവും? 206 അസ്ഥികളാവും. നമ്മൾ കുഞ്ഞുവാവകളൊക്കെ എടുക്കുമ്പോൾ പറയില്ല, എല്ലുറച്ചിട്ടില്ല, തണ്ടല്ലുറച്ചിട്ടില്ല, സൂക്ഷിച്ചെടുക്കണേട്ടാന്നൊക്കെ പറയൂലേ, അതിതാണ്. അവരുടെ ബോൺസ് എന്താണ്? പല പല ബോൺസുകളായിരിക്കാം. 300 ബോൺസ് ഉണ്ടാവും. അതെന്തെങ്കിലും ഫ്യൂഷൻ നടന്ന് നമ്മൾ വളർന്നു കഴിയുമ്പോൾ നമ്മളിൽ 206 ബോൺസേ ഉണ്ടാവുള്ളൂ. അതുപോലെ നമ്മുടെ ശരീരത്തിൽ എല്ലാ മസിൽസും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയാണോ പ്രവർത്തിക്കുന്നത്? കൈയും കാലും തലയൊക്കെ നമുക്ക് ഇഷ്ടത്തിന് എനക്കാം അല്ലേ, നമുക്ക് ഹിപ്പൊക്കെ വേണമെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് എനക്കാം. പക്ഷേ ഹാർട്ട് മസിൽസ് അങ്ങനെയുള്ളതൊക്കെ, അല്ലെങ്കിൽ കുടലിൽ അന്നനാളത്തിനുള്ളിലുള്ള മസിൽസൊക്കെ ചലനം നടക്കണം നമ്മൾ ആഗ്രഹിക്കുമ്പോഴാണോ? അല്ല, നമ്മുടെ കൺട്രോളിലല്ല അല്ലേ. അവർ ഒരു ചലനമാണ്. നമ്മൾ കൺട്രോൾ ചെയ്ത് ചലനത്തെ നമുക്ക് വോളണ്ടറി മസിൽസ് എന്നും, നമ്മൾ കൺട്രോൾ ചെയ്യാതെ ചലിക്കുന്നതിന് ഇൻവോളണ്ടറി മസിൽസ് എന്നും പറയാം. അതും ഒന്ന് വെറുതെ ഒന്ന് ഓർത്തേക്കാം. എന്താ? ഐച്ഛിക പേശികളെന്നും അനൈച്ഛിക പേശികളെന്നും ഉണ്ട്. ഐച്ഛിക പേശികൾ എന്താണ്? നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചലിപ്പിക്കാൻ കഴിയും. മനസ്സിലായോ? ഉദാഹരണത്തിന് കാൽമുട്ട്, കൈമുട്ടിലെ പേശികൾ, കാല്, കൈയൊക്കെ അല്ലെ, തലയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനാണ് ചലിപ്പിക്കുക. തലക്ക് ഇങ്ങനെ ആട്ടാൻ നമ്മൾ വിചാരിക്കുമ്പോഴല്ലേ തലാട്ടാ. നമ്മൾ ആഗ്രഹിക്കാത്തപ്പോൾ, അതായത് നമ്മളെ ബോധപൂർവമല്ലാതെ നമ്മുടെ നിയന്ത്രണത്തിലല്ലാതെ പ്രവർത്തിക്കുന്നവയാണ് എന്ത്? അനൈച്ഛിക മസിൽസ്. അനൈച്ഛിക പേശികൾ. എന്ത്? ഇൻവോളണ്ടറി മസിൽസ്. ഏതൊക്കെയായിരിക്കും? ഹൃദയപേശികൾ, ദഹനനാളത്തിലെ പേശികൾ.
നമ്മൾ ഒരുപാട് ഓടൊക്കെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ മസിൽ കയറും അല്ലെ, കാലുമോ നമുക്ക് പിന്നെ കാലനക്കാൻ പറ്റാണ്ടോ. അതെന്തുകൊണ്ടാണ്? നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട് കുഞ്ഞു ക്ലാസ്സിൽ തൊട്ട്, എന്താ, പ്രവൃത്തി ചെയ്യാൻ ഊർജം ആവശ്യമാണ്, എനർജി നമുക്ക് വേണം എന്തിന്, പ്രവൃത്തി ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഈ മസിൽസിലേക്കും എനർജി വേണം അല്ലേ. ഓടാ ചാടാന്നൊക്കെ പറയുമ്പോൾ എന്താണ്, പ്രവൃത്തി ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് എന്ത് ചെയ്യും, ATP മോളിക്യൂൾസ് ചെല്ലും. പിന്നെന്താ, നമുക്ക് ഓക്സിജൻ ആവശ്യമാണ് ആ സമയത്ത്. അപ്പോൾ അവിടെ നടക്കണ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ കൂടുതൽ അധ്വാനിക്കുമ്പോൾ എന്ത് ചെയ്യും, പേശികളിൽ ഓക്സിജൻ്റെ അളവ് കുറയും. പേശികളിൽ ഓക്സിജൻ്റെ അളവ് കുറയും, ലാക്റ്റിക് ആസിഡ് അടിഞ്ഞുകൂടും. മനസ്സിലായില്ലേ? ഓക്സിജൻ കുറയുമ്പോൾ ATP മോളിക്യൂൾസിനെ കൺവേർട്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അവിടെ ലാക്റ്റിക് ആസിഡ് അടിഞ്ഞുകൂടും. അതിനെ തുടർന്ന് എന്ത് ചെയ്യും, ഇത് പേശികൾക്ക് തളർച്ചയ്ക്ക് കാരണമാകും, മസിൽ ഫാറ്റീജിന് കാരണമാകുന്നു. ബോറടിച്ചാ? സ്കിപ്പ് ചെയ്യല്ലേ. നമ്മൾക്കിനി ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരാമെന്ന് അതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നിങ്ങൾക്ക് ഇതൊക്കെ ആൻസർ ചെയ്യാൻ പറ്റുമോ നോക്ക്. ഹ്യൂമൻ സ്കെലിറ്റൻ സിസ്റ്റം അല്ലേ, ശരീരത്തിൽ ആകെ എത്ര, 206 അസ്ഥികളാണുള്ളത്. ഇവയെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. എന്തൊക്കെയാ? ആക്സിയൽ സ്കെൽറ്റൻ എന്നും അപ്പൻഡിക്കുലാർ സ്കെൽറ്റൻ എന്നും തിരിക്കാം. എന്താ? ആക്സിയൽ സ്കെൽറ്റൻ എന്നും അപ്പൻഡിക്കുലാർ സ്കെൽറ്റൻ എന്നും പറയാം. ആക്സിയൽ സ്കെൽറ്റൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്കള്ള്, വെർട്ടിബ്രൽ കോളം, റിബ്സ്, സ്റ്റേണം. നമ്മുടെ നെടുകെ ഇങ്ങനെ ഒരു വര വരച്ച് നോക്കിയേ, എന്നിട്ട് ആ വരയിൽ ഏതൊക്കെ ബോൺസ് ഒക്കെ വരുന്നുണ്ട് നോക്കിയേ. സ്കള്ള് കിട്ടിയില്ലേ? പിന്നെന്താ? വെർട്ടിബ്രൽ കോളം ബാക്കിൽ അല്ലേ. പിന്നെ അതേപോലെ ഫ്രണ്ടിൽ എന്താ? റിബ്സ്. പിന്നെ സ്റ്റേണം അല്ലേ, റിബ്സും സ്റ്റേണം അല്ലേ. സ്റ്റേണാണ് നടുക്ക് വരുന്നത്, അതുമേലെ എന്തുണ്ട്? റിബ്സും ഉണ്ട്. ഓക്കെ. ഇനി അപ്പൻഡിക്കുലർ സ്കെൽറ്റൻ എന്ന് പറഞ്ഞാലോ, അപ്പോൾ ഇതല്ലാത്തത് ഏതൊക്കെയാണോ അതൊക്കെ അപ്പൻഡിക്കുലർ സ്കെൽറ്റനിൽ പെടുത്താം. ആക്സിയൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ നേരെ വരുന്ന, നമ്മുടെ നേരെ ഒരു വര വരച്ച ഏതൊക്കെ സ്കെൽറ്റൻ പെടും അതൊക്കെ അതിൽ എഴുതാം. ഏതാ? സ്കള്ള്, വെർട്ടിബ്രൽ കോളം, റിബ്സ്, സ്റ്റേണം. അതല്ലാത്ത അപ്പൻഡിക്കുലർ സ്കെൽറ്റൻ അങ്ങനെ ഓർത്ത് വയ്ക്കാം. ഏതൊക്കെയാണ് അപ്പോൾ അപ്പൻഡിക്കുലർ സ്കെൽറ്റൻ എന്ന് പറഞ്ഞാൽ? ബോൺ ഓഫ് ലിംസ്, പിന്നെന്താ, പെക്ടറൽ ഗിർഡിൽസ് ആൻഡ് പെൽവിക് ഗിർഡിൽസ്. നമുക്ക് 126 എണ്ണമാണ് എന്താ അപ്പൻഡിക്കുലാർ സിസ്റ്റത്തിൽ, അപ്പൻഡിക്കുലാർ സ്കെൽറ്റൻസ് ഉള്ളത് കേട്ടോ. എനിക്ക് ചിത്രം ഒന്ന് ഓർത്ത് നോക്കിയില്ല. ഹ്യൂമൻ സ്കെൽറ്റൻ എന്ന് പറഞ്ഞാൽ മുഴുവനാണ്. ആ റെഡ് കളറിൽ കണ്ടിട്ടില്ല നടുക്കത്തെ ചിത്രം, അതിൽ റെഡ് പോലത്തെ ആ കളറിൽ കാണാണ് എന്ത്, ആക്സിയൽ സ്കെൽറ്റൻ എന്ന് പറഞ്ഞാൽ. അതിലെന്തൊക്കെ ഉണ്ട്? സ്കള്ള്, റിബ്സ്, വെർട്ടിബ്ര കണ്ടോ. മറ്റേതാണ് എന്ത്, അപ്പൻഡിക്കുലാർ സ്കെൽറ്റൻ എന്ന് പറയണത്. 1 മാർക്കിൻ്റെ ഉറപ്പായും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ 2 മാർക്കിനായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത്, ടെൻഡൻസ് ആൻഡ് ലിഗമെന്റ്സ്. എന്താണ് ടെൻഡനുകളും ലിഗമെന്റ്സും? നമ്മൾ പറഞ്ഞു ടെൻഡൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അസ്ഥിയെയും പേശിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. കണക്ട് മസിൽസ് ടു ബോൺ. എന്താണ്? അസ്ഥികളെയും പേശികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. കണക്ട് മസിൽസ് ടു ബോൺ. കിട്ടിയില്ലേ? ടെൻഡൻ. ലിഗമെന്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ലൈൻ അടിക്കുമ്പോൾ ഒരേപോലത്തെ ഒരല്ലേ നമ്മൾ ലൈൻ അടിക്കുക, അങ്ങനെ ചിന്തിക്കുക. അപ്പം എന്താ? കണക്ട് ടു ബോൺ. അവരെന്താ? ബോൺ ടു ബോണിനെയാണ് കണക്ട് ചെയ്യുന്നത്. ടെൻഡൻ എന്ന് പറയുമ്പോൾ എന്താണ്? മസിലിനെയും ബോണിനെയും കണക്ട് ചെയ്യുന്നു. ഇവിടെയോ ബോൺ ടു ബോൺ, ബോണും തമ്മിൽ, അസ്ഥികൾ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ആര്? ലിഗമെന്റ്സ്. സിമ്പിളാണ്, പഠിച്ച 2 മാർക്ക് ഷുവറാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു വിപരീത പേശികൾ, ആൻറ്റഗോണിസ്റ്റിക് മസിൽസ്. എന്താ? ഒരു പേശി സങ്കോചിപ്പിക്കുമ്പോൾ എന്താ, അതിന് വിപരീതമായി മറ്റൊരു പേശി വികസിക്കുന്ന രീതിയിലുള്ള ജോഡികളെയാണ് എന്തെന്ന് പറയുന്നത്? പേശികൾ. ജോഡികളായി പ്രവർത്തിക്കുന്നതാണ്. ഇതിനെയാണ് നമ്മൾ എന്താ പറയുക? വിപരീത പേശികൾ എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ, കൈ മടക്കുമ്പോൾ എന്താ, ബൈസെപ്സ് ആണ് സങ്കോചിക്കുകയും ട്രൈസെപ്സ് എന്തെയും വികസിക്കുകയും ചെയ്യുന്നു. ശരീരത്തിലെ 3 മസിൽസിനെ കൊടുത്തിട്ടുണ്ട്. അവ ഐഡന്റിഫൈ ചെയ്യാനൊക്കെ തരും കേട്ടോ. ഏതൊക്കെയാ? കാർഡിയാക് മസിൽസ്, സ്കെലിറ്റൽ മസിൽസ്, സ്മൂത്ത് മസിൽസ്. കാർഡിയാക് മസിൽസിന് എന്തിന്? ബ്രാഞ്ചസ് ഉണ്ട്. സ്കെലിറ്റൽ മസിൽസിന് ബ്രാഞ്ചസ് ഇല്ല, സിലിണ്ടറിക്കലാണ് കേട്ടോ. പിന്നെ അതാ സ്മൂത്ത് മസിൽസ്. ഇവ തമ്മിലുള്ള ഡിഫറൻസും ഐഡന്റിഫൈ ചെയ്യാനും പഠിച്ചു വയ്ക്കണം. പഠിച്ചതൊക്കെ ഒന്നും കൂടി വീണ്ടും റിവൈസ് ചെയ്തൊക്കെ. എന്താണ് സ്കെൽറ്റൻ സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ? നമുക്ക് ഡെഫിനിറ്റ് ഷേപ്പ് തരും, പ്രൊട്ടക്ട് ചെയ്യുന്ന ഇന്റേണൽ ഓർഗൻസിന്, മൂവ്മെന്റ്സിന് സഹായിക്കുന്നു. പിന്നെന്താ? പ്രൊഡ്യൂസ് ബ്ലഡ് സെൽ. പ്രധാനപ്പെട്ട ജോയിന്റ്സ് ഏതൊക്കെയാ? ഹിഞ്ച് ജോയിന്റ്, ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്, പിവോട്ട് ജോയിന്റ്.
ഹിഞ്ച് ജോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരേ ദിശയിൽ ചലിപ്പിക്കാൻ കഴിയുള്ളൂ അല്ലെ. എവിടേക്കാണ് കാണുന്നത്? കാൽമുട്ടിലും കൈമുട്ടിലാണ്. ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് എന്ന് പറയുന്നത് എന്താ? ഷോൾഡറിന്റെ അവിടെ അല്ലെ. എലോ മൂവ്മെന്റ്സ് ഇൻ ഓൾ ഡയറക്ഷൻ ഫൗണ്ട് ഷോൾഡർ ആൻഡ് ഹിപ്പ്. എവിടേക്കാണ് കാണുന്നത്? ഷോൾഡറിലും ഹിപ്പിലും ആണ് എന്ത് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് കാണുന്നത്. പിവോട്ട് ജോയിന്റ് കാണുന്നത് എന്ത്? എലോ റൊട്ടേഷൻ ഫൗണ്ട് ബിറ്റ്വീൻ ദ ഫസ്റ്റ് ടു വെർട്ടിബ്രേറ്റ്സ് ഇൻ ദ നെക്ക് അല്ലെ. കഴുത്ത് നമുക്കിങ്ങനെ തിരിക്കാൻ സഹായിക്കുന്നത് ആരാണ്? പിവോട്ട് ജോയിന്റ് ആണ്. ഗ്ലൈഡിങ് സന്ധി അഥവാ ഗ്ലൈഡിങ് ജോയിന്റ്സ് എന്ന് പറയുന്നത് എന്താണ്? ബോൺ സൈഡ് ഓഫ് ഈച്ച് അതേഴ്സ് ഓവർ ഈച്ച് അതേഴ്സ് എന്താ? ഫൗണ്ട് ഇൻ ദ റിസ്റ്റ് ആൻഡ് ആംഗിൾ. കാൽമുട്ടിലും കൈക്കണയിലും ഒക്കെ കാണുന്ന ഒരു ജോയിന്റ് ആണ് എന്ത്? ഗ്ലൈഡിങ് സന്ധി അഥവാ ഗ്ലൈഡിങ് ജോയിന്റ്. ടെൻസ്റ്റനും ലിഗമെന്റ്സും തമ്മിലുള്ള വ്യത്യാസം എന്താ? ടെൻസ്റ്റൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കണക്ട് മസിൽസ് ടു ബോൺസ് അല്ലെ. ഫൈബറസ് ടിഷ്യൂസ് ദാറ്റ് കണക്ട് മസിൽസ് ടു ബോൺ. പേശികളെയും അസ്ഥികളെയും തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്. ലിഗമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കണക്ട് ബോൺസ് ടു ബോൺ അല്ലെ. രണ്ട് ബോണുകളെ തമ്മിലാണ് എന്ത് ചെയ്യുന്നത്? ജോയിൻ ചെയ്യിക്കുന്നത് ലിഗമെന്റ്സ്. ആൻറ്റഗോണിസ്റ്റിക് മസിൽ എന്ന് വെച്ചാൽ എന്താണ്? മസിൽസ് ദാറ്റ് വർക്ക് ഇൻ പെയേഴ്സ് അല്ലെ. ഒരു പെയർ ആയിട്ട്. അതെങ്ങനെയാ? വൺ മസിൽ കോൺട്രാക്ട് ദ അതർ റിലാക്സ് ടു പ്രൊഡ്യൂസ് മൂവ്മെന്റ്സ് അല്ലെ. ഒരു മസിൽസ് എന്താ? കോൺട്രാക്ട് ചെയ്യും. അപ്പം എന്ത് ചെയ്യും? അടുത്ത മസിൽസ് റിലാക്സ് ചെയ്യും. എന്നിട്ട് ആ മൂവ്മെന്റ്സിന് സഹായിക്കും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? വിപരീത പേശികൾ അഥവാ ആൻറ്റഗോണിസ്റ്റിക് മസിൽസ് എന്ന് പറയുക. ജോഡികളായി പ്രവർത്തിക്കുന്ന പേശികൾ. ഒരു പേശിന്റെയും സങ്കോചിക്കുമ്പോൾ മറ്റേതിന്റെയും വികസിക്കും. എക്സാമ്പിൾ ബൈസെപ്സ് അല്ലെങ്കിൽ ട്രൈസെപ്സ് മടക്കാനും നിവർത്താനൊക്കെ സഹായിക്കുന്നത്. മസ്കുലാർ ഫാറ്റേജ് എന്താണ്? പേശി തളർച്ച. കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് പേശികളുടെ പ്രവർത്തനം മൂലം എന്തെയും ഓക്സിജന്റെ കുറവുണ്ടാകുകയും അപ്പം എന്തെയും ലാക്റ്റിക് ആസിഡ് അടിഞ്ഞുകൂടുകയും ചെയ്യുന്നു. ഇത് പേശി തളർച്ചയ്ക്ക് കാരണമാകുന്നു. കണ്ടിന്യൂഡ് മസിൽ കോൺട്രാക്ഷൻ ലീഡ്സ് ടു ലാക്ക് ഓഫ് ഓക്സിജൻ ആൻഡ് ദ അക്യുമുലേഷൻ ഓഫ് ലാക്റ്റിക് ആസിഡ് കോസിങ് മസിൽ ഫാറ്റേജ്. അടുത്തൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് ഇത്. ആക്സിയൽ സ്കെൽറ്റൻ എന്താണ്? അപ്പൻഡിക്കുലർ സ്കെൽറ്റൻ എന്താണെന്ന് ചോദിക്കും. അവ ഏതൊക്കെയാണെന്ന് പഠിച്ചേക്കണം. പിന്നെ സൈനോവിയൽ ഫ്ലൂയിഡ് എന്താണ്? സൈനോവിയൽ ദ്രാവകം എന്ന് പറയുന്നത് ഫ്രിക്ഷൻ കുറയ്ക്കുക അല്ലെ. റെഡ്യൂസസ് ഈ സന്ധികളുടെ ആകർഷണം ഈ ഒരു മൂവ്മെന്റ്സിലുള്ള ഘർഷണമൊക്കെ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യുക? അത് റെഡ്യൂസ് ചെയ്യാനാണ് എന്ത്? സൈനോവിയൽ ഫ്ലൂയിഡ്. സൈനോവിയൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സന്ധികളിലെ അസ്ഥികൾക്കിടയിൽ കാണപ്പെടുന്ന ദ്രാവകമാണ്. എന്താണ്? സന്ധികളിലെ അസ്ഥികൾക്കിടയിൽ കാണപ്പെടുന്ന ദ്രാവകമാണ്. ഇറ്റ് ആക്ട് എ ലൂബ്രിക്കൻറ്റ് ടു റെഡ്യൂസ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ബോൺസ് ഡ്യൂറിങ് മൂവ്മെന്റ്സ് അല്ലെ. ബോൺസുകൾ എന്താ? സന്ധികൾ ഇങ്ങനെ ചലിക്കുന്ന നേരത്തെ അവയുടെ ഘർഷണം കുറയ്ക്കാനാണ് ഇത് സഹായിക്കുന്നത്.